മാവേലി സ്റ്റോറുകൾ പൂച്ചയുടെ പ്രസവമുറിയായി മാറിയിരിക്കുന്നു. അതുപോലെ പാറ്റകൾ പോലും ഈ മാവേലി സ്റ്റോറിലെയും സിവിൽ സപ്ലൈസിൻ്റെ ഗോഡൗണുകളിലുമൊക്കെ പട്ടിണി കിടന്ന് മരിക്കുകയാണ്. ഈ ആക്ഷേപം ഉന്നയിക്കുന്നത് വേറെ ആരുമല്ല, CPI ആണ്. അവരുടെ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ CPIയുടെ തന്നെ മന്ത്രിമാർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളുമാണ്. എന്താണ് സാർ, ഈ CPI ഈ സർക്കാരിൽ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിക്കുകയാണോ? ആരാ ഈ മാവേലി സ്റ്റോർ കൊണ്ടുവന്നെന്ന് അറിയാമല്ലോ. അറിയാം. ഈ ചന്ദ്രശേഖരൻ നായർ അല്ലേ? CPIയുടെ ഒരു സമുന്നതനായ നേതാവായിരുന്നു. എന്തു പ്രഗത്ഭന്മാര് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിരുന്ന ഇടമായിരുന്നു. ആ പാർട്ടിയിൽ എത്ര പ്രഗത്ഭന്മാരുണ്ടായിരുന്നു. അതെ, ഇന്നും പ്രഗത്ഭന്മാരൊക്കെ ഉണ്ട്. പക്ഷേ ആ നട്ടലെല്ലാം കൊണ്ടുപോയി വേറെ ചിലയിടത്ത് കൊണ്ടുപോയി പണയം വെച്ചിരിക്കുകയാണ്. അതാണ് നമ്മൾ കണ്ടത്. കൊല്ലം ജില്ലാ സമ്മേളനത്തിലാണ് ഈ വിമർശനം. എന്താണ്, നല്ല പാർട്ടിക്കാരും ആഗ്രഹിക്കത്തില്ല പിണറായി വീണ്ടും അധികാരത്തിൽ വരാനെന്ന്. തുടർഭരണം ആഗ്രഹിക്കുന്നില്ല. CPIയിലുള്ളവർ മാത്രമല്ല, CPM അകത്തുള്ള നല്ല പാർട്ടിക്കാരും ആഗ്രഹിക്കത്തില്ല എന്ന്. അപ്പോൾ CPI എത്രത്തോളം ഇത് അടിച്ചമർത്തനീയമായിട്ട് നിൽക്കുകയാണ്. പക്ഷേ പ്രശാന്ത് ഓർക്കുന്നുണ്ടോ, ഒരു കാലത്ത് CPI എന്നൊക്കെ പറഞ്ഞാൽ ഡാങ്കയൊക്കെ വിരൽ ചൂണ്ടിയാൽ ബോംബെ നിശ്ചലമാകുന്ന ഒരു കാലമുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എന്ത് പറ്റി? 10-13 സംസ്ഥാനങ്ങളിൽ നല്ല പ്രവർത്തനം ഉണ്ടായിരുന്ന പാർട്ടിയാണ് ഒരു കാലത്ത്. കേരളത്തിലെ സ്ഥിതി നോക്കെ, ഈ CPMന്റെ കീഴിൽ കിടക്കുകയല്ലേ. കേരളത്തിൽ ഇന്ന് 2 ജില്ലകളിലേ അവർക്ക് പ്രവർത്തനമുള്ളൂ. ഒന്ന് കൊല്ലം, മറ്റൊന്ന് തൃശ്ശൂർ. അതും ചില സമയത്ത് MM മണി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്ന് എവിടെങ്കിലും നിന്ന് ഉണ്ടാക്കാം. അതെ, MM മണിയുടെ ഭാഷയിൽ തന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് എന്തോ ഉണ്ടാക്കും കൈ ഇങ്ങനെ. അതെ, അങ്ങനെ ചോദിച്ചിട്ടുള്ള ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ആകാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതെന്തുകൊണ്ടെന്നറിയാമോ? ഈ CPM എന്ന് പറയുന്ന വൻ വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്നാൽ അത് ഒരു വൃക്ഷത്തിന് ഒന്നിനും വളരാൻ പറ്റത്തില്ല. ഈ ഇടതുപക്ഷ ഐക്യം എന്ന ആ ഒരു കൺസെപ്റ്റ് വാസ്തവത്തിൽ CPMന് വലിയ ഗുണം ചെയ്തു, CPIക്ക് വലിയ ദോഷവും ചെയ്തു എന്നാണ്. അതെ, അല്ല, ഇവരെ പലപ്പോഴും അടിച്ചമർത്തിയിട്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഒരു വലിയ ദേഷ്യം ഇവർക്കുള്ളത് ഏതാണെന്നറിയാമോ? ഈ തൃശ്ശൂർ ലോക്സഭാ സീറ്റ് പോയതിൽ CPI വൻ അമർഷത്തിലാണ്. കാരണം അതിനകത്ത് പിണറായി വിജയൻ എന്തോ ഔദാര്യം ചെയ്തു കൊടുത്തു എന്നുള്ള ആക്ഷേപം CPIക്ക് ഉണ്ട്. അല്ലെങ്കിലോ CPIക്കാർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലൊന്നും CPMകാർ പ്രവർത്തിക്കാൻ കാണത്തില്ല. ഇവിടെ ഉള്ളവരെല്ലാം നേരെ അടുത്ത മണ്ഡലത്തിലേക്ക് അവരുടെ. തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തിരുവനന്തപുരം മണ്ഡലത്തില് ആരുമില്ല, എല്ലാവരും ആറ്റിങ്ങലായിരുന്നു ജോയിയെ ജയിപ്പിക്കാൻ. അവസാനം എന്താ, തിരുവനന്തപുരം പോയി ആറ്റിങ്ങലും. തൃശ്ശൂർ മണ്ഡലത്തിലുള്ള CPMകാരല്ലേ എവിടെ പോയി? അവർ വടകരയിലും കണ്ണൂർ ഭാഗത്തോട്ടും ഒക്കെ. അവര് തൊട്ടപ്പുറത്ത് ആലത്തൂര് രാധാകൃഷ്ണനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ പരിശ്രമമല്ലേ നടത്തിക്കൊണ്ട്. അപ്പൊ ഇതാണ് CPI. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഈ കൊല്ലുന്ന ചൂടിനാൽ മാമരം വേവുന്നു, പുല്ലിന്റെ കാര്യം എന്ത് ചൊല്ലൂ എന്ന് പറഞ്ഞതുപോലെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് CPI. അവരിതാണ് അനുഭവിക്കുന്നതെങ്കിൽ മറ്റുള്ള ഘടകകക്ഷികളെ പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം ഒരു ഘടകകക്ഷികളെയും ഔദാര്യമൊന്നും CPM ചെയ്യത്തില്ല. അത്തരത്തിലുള്ള ജനാധിപത്യ മര്യാദയും അവർ വെച്ച് പുലർത്താറില്ല. സാർ, അത് പറഞ്ഞപ്പോഴാണ് ഈ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന മറ്റൊരു പ്രധാന ആക്ഷേപം ഈ പിണറായി സ്തുതി. നവകേരള ശില്പി പിണറായി വിജയനാണ് എന്ന് CPI മന്ത്രിമാർ ഒക്കെ പറയുന്നു. ഞങ്ങളെല്ലാവരും പഠിച്ചിട്ടുള്ളത് നവകേരള ശില്പി C അച്യുതമേനോൻ ആണെന്നാണ്. കറക്റ്റ്. അത് ഈ പാർട്ടിയിലെ പുതിയ തലമുറയിലും ഈ മന്ത്രിമാർക്കൊന്നും അറിഞ്ഞുകൂടെ എന്നാണ് കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം. എന്ന് മാത്രമല്ല, ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അതീവ ദുർബലനാണ്, നട്ടലില്ലാത്തവനാണ് എന്ന ആക്ഷേപവും അവിടെ ഉപയോഗിച്ച വാക്കുകളൊക്കെ കുറച്ച് അൺപാർലമെൻ്ററി ആണെന്നൊക്കെ ആണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും ശരി, ഈ സംസ്ഥാന സെക്രട്ടറിയുടെ ദൗർബല്യം, കഴിവുകേട് പാർട്ടിയിൽ അവിടെ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ വലിയ ചർച്ചയായി.
ഒപ്പം ഈ മന്ത്രിമാരുടെ പിടിപ്പ് കിട്ട പിണറായിയെ സ്തുതിക്കുന്നതിലാണ് മന്ത്രിമാർക്ക് താല്പര്യം. അവർക്ക് ഭരണം നടത്തുന്നതിലോ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നതിലോ അങ്ങനെ ഒരു താല്പര്യവും അവർക്കില്ല. മാത്രമല്ല, ധനമന്ത്രി ബാലഗോപാലിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. കാരണം ഈ പണം അതത് മന്ത്രാലയങ്ങൾക്ക്, ഇപ്പം കൃഷി മന്ത്രിക്ക്, അതുപോലെ റവന്യൂ മന്ത്രിക്ക്, അതുപോലെ തന്നെ സിവിൽ സപ്ലൈസ് ഒക്കെ കരാറുകാർക്ക് ആയിരക്കണക്കിന് കോടി രൂപയാണ് കൊടുക്കാനുള്ളത്. ഇവര് സബ്സിഡി സാധനങ്ങൾ പോലും സിവിൽ സപ്ലൈസിൽ ഇല്ല. ഭക്ഷ്യമന്ത്രി സിവിൽ സപ്ലൈസ് തകർന്നു. GR അനിലിനെ കുറിച്ച് വലിയ പരാതിയാണ്. GR അനില് ഈ മറ്റ് CPM-കാരെ കുറിച്ച് പോലെ വലിയ കുങ്കുന്നുള്ള ആളല്ല. അല്ല, അതൊന്നുമല്ല സാറേ. അതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു നല്ല കൗൺസിലറാണ്. നമുക്കറിയാം, ഇവിടെ തിരുവനന്തപുരത്ത് കൗൺസിലറൊക്കെ ആയിരുന്നു. അദ്ദേഹം ഒരു കൗൺസിലറാകാൻ യോഗ്യത ഉള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു മന്ത്രിയാകാനുള്ള കഴിവുണ്ടോ? ആ ചോദ്യത്തിന് ഉത്തരം, നേരത്തെ C. ദിവാകരൻ ഇവിടെ ഇരുന്നു. അപ്പോഴും ഇവിടെ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ C. ദിവാകരൻ എന്നും ബഹളമായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, C. ദിവാകരൻ്റെ പത്രസമ്മേളനത്തിന് ചെന്നാൽ നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ഇതാണ് കേന്ദ്ര അവഗണന. കേന്ദ്രം ഒന്നും തരുന്നില്ല, ഈ ഭക്ഷ്യ ഇതെല്ലാം വെട്ടിക്കുറച്ചിരിക്കുന്നു. അന്ന് മൻമോഹൻ സിംഗ് സർക്കാരാണ്. മൻമോഹൻ സിംഗ് സർക്കാരിനെ കണക്കറ്റ് ചീത്ത പറയുമായിരുന്നു C. ദിവാകരൻ. പാലും മുട്ടയും കഴിച്ചു വേണമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിവാദമായി. പക്ഷേ അത് എങ്ങനെയെങ്കിലുമൊക്കെ ഉരുട്ടിപ്പരട്ടി പണം ഉണ്ടാക്കി ഈ സിവിൽ സപ്ലൈസിനെ ഉന്തിത്തള്ളി മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു. ഇത് C. ദിവാകരനിൽ നിന്ന് GR അനിലിലേക്ക് വന്നപ്പോൾ ആ ഒരു പ്രഷർ കാണുന്നില്ല. ഈ സിവിൽ സപ്ലൈസിനെ ഈ എന്തും ചെയ്ത് നിലനിർത്താനുള്ള ഒരു തൻ്റെ ഇടം GR അനിൽ കാണിക്കുന്നില്ല എന്ന പരാതി വ്യാപകമാണ്. ആ GR അനിലിന് പരിചയക്കുറവുണ്ട് എന്ന ആക്ഷേപവും പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. അതെ, ഈ CPI എന്ന് പറയുന്ന പാർട്ടിയെ അവഗണിക്കുന്നത് പോലെ തന്നെ സർക്കാർ ഈ CPI കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളെ അത്തരത്തിൽ അവഗണിക്കുന്നു. അവർക്ക് കൃത്യമായി ഈ ബജറ്റിൽ അലോക്കേറ്റ് ചെയ്ത തുക പോലും സമയത്തിന് കൊടുക്കുന്നില്ല. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ചന്ദ്രശേഖരൻ നായർ കൊണ്ടുവന്ന ഈ മാവേലി പദ്ധതിയാണ്. അത് ജനങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴവിടെ ഒരുവിധപ്പെട്ടവർ കയറുന്നില്ല. അല്ല, അതാണ് ഈ വിമർശനം. പൂച്ചകളുടെ പ്രസവമുറി മാറിയിരിക്കുന്നു. പാറ്റകൾ പോലും കിട്ടാതെ ചാവുന്നെന്ന്. ഈ പൂച്ചകൾക്കൊരു സ്വഭാവമുണ്ട്, അത് പ്രസവിച്ച് കിടക്കുന്നിടത്തേക്ക് വേറെ ഒരു ഈച്ച പോലും കടന്നു വരാൻ അത് സമ്മതിക്കില്ല. അതുകൊണ്ടാണ് പാർട്ടിക്കാർ അത് തന്നെ എടുത്ത് ഉപമിച്ചിരിക്കുന്നത്. കാരണം അവിടെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ പോലും എന്താണ് ക്വാളിറ്റി ഇല്ല, ഒരു തരത്തിലുള്ള ക്വാളിറ്റിയും ഇല്ലാത്ത തരത്തിൽ. ഇതൊന്നും മനുഷ്യൻ കഴിക്കേണ്ടതല്ലേ? ഇങ്ങനെ വെറും ചവറുകൾ സാധനമാണോ കൊണ്ടുവയ്ക്കേണ്ടത്? ഇവർ LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞത് വിലക്കയറ്റം നിയന്ത്രിക്കുമെന്നാണ്. എന്നിട്ട് അവർ സബ്സിഡീസ് പിന്നീട് ചോദിച്ചപ്പോഴെല്ലാം പറഞ്ഞത് സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല. പക്ഷേ അത് 2 തവണ വർദ്ധിപ്പിച്ചു. സബ്സിഡി സാധനങ്ങൾ 13 ഇനം സാധനങ്ങളാണ് സബ്സിഡി ഉള്ളത്. 2 തവണ അവർ വില വർദ്ധിപ്പിക്കുകയും ചെയ്തു. പിന്നെ നേരത്തെ ഇത് പ്രശാന്ത് പറഞ്ഞല്ലോ, നവകേരള ശില്പി എന്നുള്ളത്, അത് നമുക്ക് അച്യുതമേനോന് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. ഇപ്പം തിരുവനന്തപുരത്തിൻ്റെ കാര്യം തന്നെ നോക്കുക. തിരുവനന്തപുരത്ത് ചില വലിയ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ വന്നതിൻ്റെ ഉത്തരവാദി അച്യുതമേനോനാണ്. കൂട്ടുകെട്ടാണ് ശ്രീചിത്ര മെഡിക്കൽ സെന്റർ, അല്ലേ? പിന്നെ അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ. ഇപ്പം എനിക്ക് അതുപോലെ തന്നെ ഇതിനകത്ത് തിരുവനന്തപുരത്തുകാർ 10 ട്രെയിൻ അടുപ്പിച്ച് പോകുന്നത് കാണാൻ തുടങ്ങിയത് രാജഗോപാൽ കേന്ദ്ര റെയിൽവേ സഹമന്ത്രി ആയിരുന്ന കാലത്താണ്. ഇങ്ങനെ ചിലരെ പറ്റി നമുക്ക് എടുത്തു പറയേണ്ടി വരുമെന്നുള്ളതാണ്. അപ്പോൾ CPIയുടെ ഒരു പാരമ്പര്യം നമ്മൾ നോക്കണം. എത്ര PK വാസുദേവൻ നായർ, MM ഗോവിന്ദൻ നായരും വെളിയം ഭാർഗവനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പാർട്ടി ഇങ്ങനെ ഇല്ലാതായി പോകുന്നതില്ല. അപ്പോൾ ഇവരുടെ തണലിൽ നിന്ന് കഴിഞ്ഞാൽ ഇവർക്കിനി ഒരു രക്ഷയുമില്ല. CPM-ന്റെ അതേ ഗതിയിലേക്ക് CPI-യും പോകുമെന്നുള്ളത് ഉറപ്പാണ്. ഇടയ്ക്ക് UDF അങ്ങോട്ടേക്ക് വിളിച്ചു, അതിനി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം ഒക്കെ കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. അതെ, എന്തായാലും ഒരു കാര്യം സത്യമാണ്, CPI ജില്ലാ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളിലെ വീഴ്ചയടക്കം വലിയ ഒരു പൊട്ടിത്തെറി ആ പാർട്ടിക്കുള്ളിൽ സംഭവിക്കാൻ പോകുന്നു എന്നൊരു പ്രതീതിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ഇനിയിപ്പോൾ പാർട്ടി സെക്രട്ടറി ഇതിനൊക്കെ മറുപടി പറയും. അപ്പോൾ ആ മറുപടി എന്താണെന്നും കൂടി നമുക്ക് കേൾക്കാം. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഈ അംഗങ്ങൾ, പ്രതിനിധികൾ ഉന്നയിച്ച ചോദ്യങ്ങൾ അവിടെ ശക്തമായി നിലനിൽക്കും. അത് അങ്ങനെ അത്ര എളുപ്പത്തിലൊന്നും CPI നേതൃത്വത്തിന് അതിനെ മറുപടി പറഞ്ഞ് ജയിക്കാൻ സാധിക്കില്ല എന്നൊരു കാര്യം സത്യമാണ്. അത് CPIക്ക് മാത്രമല്ല,
CPM-നെതിരെയും ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ്. CPM-ഉം ഈ CPI ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് സത്യത്തിൽ മറുപടി പറയേണ്ടതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.